ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ, അതായത് 2024 മുതൽ നമ്മൾ പൊന്നോണം മേക്കപ്പ് ലുക്ക് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി എല്ലാ വർഷവും നമുക്ക് മേക്കപ്പ് ലുക്ക് സീരീസ് ചെയ്യാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ ലുക്ക് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിന്നിലൊക്കെ ഉള്ള കഥ വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ. ഇതൊക്കെ ഇന്നലെ തട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ അത് നമ്മൾ പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ലുക്ക് തന്നെ ഒരു പക്ക ട്രഡീഷണൽ ടെമ്പിൾ ലുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കസവിൻ്റെ ബ്ലൗസും ആൻഡ് ഒരു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ സ്കേർട്ടും ഒക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ലുക്കിൻ്റെ കൂടെ എനിക്ക് സ്യൂട്ടാവുന്ന ഒരു ലെൻസ് വെക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്താൽ മുഖത്തിന് ഇണങ്ങുന്നത് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിലൊക്കെ വെച്ചിട്ടുള്ള ഏകദേശം അതുമായിട്ട് ഒരു കണക്ഷൻ ഉള്ള ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. സോ വൺ ടൈം യൂസാണ് ലെൻസ്, അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ലെൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആദ്യം കുറച്ചൊരു എരിവൊക്കെ ഉണ്ടാവും, കണ്ണിലൊരു എരിച്ചിലൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ പിന്നെ അത് ഓക്കെ ആവും. 2 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവും, പെട്ടെന്ന് സെറ്റാവും. ഈ ഒരു മേക്കപ്പ് ലുക്കിൽ നമ്മൾ മേക്കപ്പ് വളരെയധികം കുറച്ചിട്ടുണ്ട്. അതായത് നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്കാണിത്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ഒരു മോയ്സ്ചറൈസർ, പിന്നെ കുറച്ച് ഹൈലൈറ്റർ, കളർ കറക്റ്റർ, ഇത്രയാണ് ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ സ്കിന്ന് നന്നായിട്ടൊന്ന് പ്രെപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ജോൺസൺ ആൻഡ് ജോൺസൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. സെക്കൻഡ്, ഞാനിവിടെ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ക്രീമി കളർ കറക്റ്ററാണ് എനിക്ക് ഈ ഷൂട്ടിങ്ങും അതല്ലെങ്കിൽ എഡിറ്റിങ്ങും ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടും കണ്ണിൽ തലേ ദിവസം കാജലിട്ടിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി കളയാന്നുള്ളത് കുറച്ച് പണിപ്പെടും കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാജലൊക്കെ മിച്ചം കാണും കണ്ണിൽ. അതൊക്കെ ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊരു ഡീപ്പ് ക്ലെൻസറൊക്കെ ഉപയോഗിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറിയൊരു അംശം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ മുകളിൽ കുറച്ചൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ നന്നായിട്ട് കളർ കറക്റ്റർ വെച്ച് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ കളർ കറക്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ കുറച്ച് ഡാർക്ക് ആണെങ്കിൽ ബാക്കിയുള്ള സ്ഥലം കുറച്ച് ഒരു സ്കിൻ ടോണിന് വ്യത്യാസം കാണും. അപ്പം അത് തമ്മിൽ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്കിന്നിൽ എക്സസ് ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് നന്നായിട്ട് റൗണ്ട് സർക്കിളിൽ ഒന്ന് ഡാബ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് സർക്കുലേറ്റ് ചെയ്യോ ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ എക്സസ് ആയിട്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ ഒരു ക്ലീൻ ബ്രഷ് എടുത്തിട്ട് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ തന്നെ നമുക്കൊരു ക്ലീൻ ആൻഡ് ഫ്രഷ് ലുക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് ലുക്ക് തന്നെ നല്ലൊരു ട്രഡീഷണൽ പക്ക ഒരു ടെമ്പിൾ ലുക്ക്, അങ്ങനെ ഒരു ലുക്ക് വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഈ മേക്കപ്പും മിനിമൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ചെയ്യുന്ന മേക്കപ്പ് എല്ലാം ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇനിയും ചെയ്യാനുള്ളത് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഐഷാഡോ പാലറ്റിൽ, അത് എല്ലാ ഐഷാഡോ പാലറ്റ്സിലും ഒരു ബ്ലാക്ക് അതല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡോ ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കോ അതല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡോ ഒരു സ്പൂളിലോ അതല്ലെങ്കിൽ ഇതുപോലെ വരുന്ന നമ്മുടെ ഐബ്രോ പെൻസിലിൻ്റെ അറ്റത്തുള്ള ബ്രഷിലോ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൗഡർ അതിൽ പിടിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഐബ്രോസ് രണ്ടും. അതിനുശേഷം ഐബ്രോ പെൻസിലിൻ്റെ ആ ഒരു ടിപ്പ് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ആദ്യം ലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫില്ല് ചെയ്യാം, അതല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്തത് ആദ്യം തന്നെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡോ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ക്ലിയർ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഐബ്രോ എങ്ങനെയാണ് ലൈൻ ചെയ്യേണ്ടതെന്ന്. അപ്പം എൻ്റെ ഐബ്രോസിന് ഒരു ചെറിയ ആർട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഈ വീഡിയോസിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഐബ്രോ ഒക്കെ നമുക്ക് ഒരു കളർ ഇല്ലാത്ത പോലെ തോന്നും. അത് ഫോണിൻ്റെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെ കുറച്ചൊന്ന് ഡാർക്കാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേക്കപ്പ് ചെയ്തപ്പോഴേ ഞാനിത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പൊട്ടെടുത്ത് മാറ്റിയില്ല. എൻ്റെ നെറ്റിക്ക് എപ്പോഴും ഒരു ഐടെക്സിൻ്റെ പൊട്ട് കാണും. കാരണം അതിന് നല്ല പശയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്താലൊന്നും പോവില്ല. ഒരു 2-3 ദിവസമൊക്കെ നെറ്റിക്ക് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ടാൽക്കൺ പൗഡറോ അതല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ ഇനി അതല്ലെങ്കിൽ സെറ്റിംഗ് പൗഡറോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ നൈക്കയുടെ ഒരു കോമ്പാക്ട് പൗഡറിൽ നിന്ന് കുറച്ചൊന്ന് പൗഡർ എടുത്തിട്ട്
ഒന്ന് ഐ ഏരിയ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. എക്സസ് ആയിട്ടുള്ളത് വീണ്ടും ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പിനായിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ അവിലിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് രണ്ട് കണ്ണിലും ഒന്ന് ഒരേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ക്ലീൻ ബ്രഷ് എടുത്തിട്ട് വേറൊരു ഓറഞ്ച് ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, ഈ രണ്ട് ഷെയ്ഡുകളാണ് ഞാൻ മിക്സ് ചെയ്തത്. ഇത് കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മുകളിലും നമ്മൾ ചെറിയൊരു ഐ ഷാഡോ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഫ്ലഫി ബ്രഷ് എടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു വയലറ്റ് അതല്ലെങ്കിൽ ഒരു ബർഗണ്ടി ഷെയ്ഡ് എടുക്കാം. ഞാനിവിടെ ഒരു ബർഗണ്ടി ഷെയ്ഡ് ആണ് എടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊരു നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഐ ലുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ അതൊക്കെ കുറച്ച് ഒഴിവാക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കണ്ണിൻ്റെ ഐബോൾസ് വന്ന് മുട്ടുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ മാത്രമായിട്ട് ഒരു ഫിംഗേഴ്സിൻ്റെ അളവിൽ കുറച്ച് ഗ്ലിറ്റർ എടുത്തിട്ട് ആ സൈഡിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ലുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ക്ഷമയോടെ ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഐ മേക്കപ്പും രണ്ട് രീതിയിലായി പോവും. അപ്പം ഞാനിവിടെ എനിക്ക് പരിചയം ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ അത് കുറച്ച് സ്പീഡപ്പ് ആക്കി കാണിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഐ ബ്രഷ് ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ വളരെ ടൈം എടുത്തേ ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ മുകളിലെല്ലാം നമ്മൾ കൊച്ചു പിള്ളേർ ഡാൻസിനൊക്കെ വാരി ഇട്ട പോലെ ആയി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെയ്ത് പഠിച്ചിട്ട് വേണം ബ്രഷൊക്കെ എടുത്ത് കണ്ണിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിംഗേഴ്സിൽ ഏതെങ്കിലും ഒറ്റ ഷെയ്ഡ് മാത്രം അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മളെല്ലാം ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസിലാണല്ലോ ചെയ്യുന്നത്, കുളം ആവത്തൊന്നുമില്ല. നിങ്ങളൊരു 2 ദിവസം മുന്നേ ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഉറപ്പായിട്ടും സക്സസ് ആവും. അങ്ങനെ തന്നെയാണ് ഞാനും ഇന്ന് ഈ നിലയിൽ യൂട്യൂബിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പെർഫെക്റ്റ് ആയെന്നോ ഒത്തിരി മേക്കപ്പ് അറിയാവുന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എൻ്റെ കണ്ണിൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട്. അത് മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വിൻറ്റേജ് ലുക്ക് മേക്കപ്പ് ലുക്കിൽ എൻ്റെ ഐക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഈ ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ ഒരു വാലിട്ടങ്ങ് കണ്ണെഴുതിയാലോ എന്ന്. അപ്പം നല്ല വിങ്ഡ് ഐലൈനറാണ് ഞാനിവിടെ ചെയ്യുന്നത്. മേളിൽ ഐലൈനർ ലുക്കും താഴെ നമ്മൾ കാജൽ ലുക്കുമാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഞാനിവിടെ കണ്ണിൻ്റെ ആ ഒരു വാട്ടർ ലൈനിൽ കുറച്ച് ആ ഒരു കോർണറിൻ്റെ സൈഡിൽ നല്ല ഡാർക്കാക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ അറ്റത്തോട്ട് പോകുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ലൈനിലാണ് പോകുന്നത്. നിങ്ങൾക്ക് താഴെ കണ്ണെഴുതാൻ ഇഷ്ടമല്ലെങ്കിൽ മുകളിൽ മാത്രം എഴുതിയാൽ മതി. ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. നല്ല പക്ക ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഐലൈനറാണിത്. പിന്നെ നിങ്ങൾക്ക് നോർമൽ കാജൽസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന കാജൽസ് വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഐ മേക്കപ്പിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് മസ്കാര അതല്ലെങ്കിൽ ലാഷസ് വെക്കുക എന്നുള്ളതാണ്. എനിക്ക് പൊതുവെ അതത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. ഞാനിവിടെ മസ്കാരയാണ് ഇട്ടത്. ഒരു 2-3 കോട്ടൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. നല്ല വിടർന്ന കൺപീലിയൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫുൾ ഓർണമെന്റ്സ് ഒക്കെ ഇടാം. പോവരുത്, താഴെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഞാനും ഭദ്രമായിട്ട് അതൊക്കെ ഊരി വെച്ചു. അതിനുശേഷം നമ്മുടെ ട്രഡീഷണൽ ലക്ഷ്മി ദേവിയുടെ ആണോ സരസ്വതി ദേവിയുടെ ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും ദേവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേണിൽ വരുന്നിട്ടുള്ളൊരു ട്രഡീഷണൽ ജ്വല്ലറിയാണ്. ഇതാണ് നമ്മൾ ജുംക്ക ടൈപ്പാണ് കമ്മൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മാല വന്നിട്ട് കുറച്ച് നീളത്തിൽ ഒരു വലിയ പെൻഡൻ്റ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മാലയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ജ്വല്ലറി. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ലുക്കിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഈ കമ്മലൂര ഞാൻ കുറച്ച് പണിപ്പെട്ട് കേട്ടോ. ഇത്രയും ടൈറ്റ് ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക, അതിൻ്റെ ആണി ഭയങ്കര ടൈറ്റ് ആയിരുന്നു. എന്തായാലും ഫൈനലി ഊരിയെടുത്തു. അപ്പോൾ നമ്മുടെ മാലയുടെ ലുക്ക് ഇതാണ്. നല്ലൊരു മാലയാണ് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പെൻഡന്റ് വരുന്നത്. അപ്പം നമുക്കിതിട്ടിട്ട് എത്രയും ലെങ്ത് വേണോ അതിനനുസരിച്ച് ബാക്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മാല ഇട്ടു. അതിനുശേഷം എനിക്കൊരു ലെങ്ത് ഞാൻ മനസ്സിലുണ്ടല്ലോ, അപ്പോൾ അത്രയും ലെങ്ത് മാത്രം നിങ്ങൾ വെച്ചാൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ മാക്സിമം ലെങ്തിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ ആ നൂല് ഇങ്ങനെ എടുത്ത് കാണും. നമ്മുടെ പുറകിൽ വരേണ്ട നൂല് കുറച്ച് നീളത്തിലിടുമ്പം അത് ഫ്രണ്ടിലോട്ട് എടുത്ത് കാണും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തുന്നതായിരിക്കും നല്ലത്.
ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ എന്തൊരു ഫൈനൽ ലുക്കായല്ലേ. ലിപ്സ്റ്റിക്ക് മെയിൻ ആണ്. അപ്പൊ ഞാനിവിടെ ഒരു ബ്രൗൺ ഒരു കോഫി ഷെയ്ഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാണ് ലിപ്പ്. അതിനുശേഷം നല്ല ഡീപ്പ് ബ്രൈറ്റ് റെഡും കൂടെ ഒന്ന് മെർജ് ചെയ്തിട്ടാണ് ഇടുന്നത്. ലിപ്പിന്റെ സൈഡിൽ വേറൊരു ഷെയ്ഡ്, അകത്ത് നമ്മൾ വേറൊരു ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് മെർജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. എനിക്ക് ഈ ഫോണിനെക്കാട്ടിലും ഇത് ഡയറക്റ്റ് മിററിൽ നോക്കിയപ്പോൾ ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. നിങ്ങളുടെ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഒത്തിരി പാച്ചി ഒക്കെ ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലിപ് സ്ക്രബ് യൂസ് ചെയ്യുക തലേന്ന്. അതിനുശേഷം നമ്മൾ ഒരു മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു നല്ല ലിപ് ബാം യൂസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വൈപ്പ് ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലിപ്സ്റ്റിക്ക് മാറ്റ് ആയിട്ടുള്ളതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ ലിപ്പ് അങ്ങനെ ഒരുപാട് ഡ്രൈ അല്ല, അപ്പോൾ എനിക്കിത് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. രാത്രിയിലൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ലിപ് ബാം ഇട്ടിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ എനിക്ക് രാവിലെയൊക്കെ നല്ലൊരു ലിപ്സ് കിട്ടാറുണ്ട്. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ഓർണമെന്റ്സ് ഒക്കെ ഇടാണ്. വലത്തെ കയ്യിൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബാങ്കിളാണ് ഇട്ടത്. ഇടത്തെ കയ്യിൽ നമ്മളൊരു ബോട്ടിൽ ഗ്രീൻ ടൈപ്പിൽ കുപ്പി വളയാണ് ഇട്ടത്. അത് കൈ നിറയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. എനിക്ക് പക്ഷെ അത്രയും ഇടുന്നത് വലിയ ഇഷ്ടമല്ല, കുറച്ച് മതിയും തോന്നി. ഇനിയും ഹെയർ സ്റ്റൈലും ഒത്തിരി നമ്മൾ ഹെവി ഒന്നും ആക്കിയിട്ടില്ല. എല്ലാവരും ചെയ്യുന്ന നമ്മുടെ ആ പണ്ടത്തെ ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽ ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. പക്ക ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലൊരു ഹെയർ സ്റ്റൈൽ വരുമല്ലോ. നടുക്കൂന്ന് തന്നെ പാർട്ടീഷൻ ചെയ്യുക, പിന്നെ ചെറിയ സെക്ഷൻ ഓഫ് ഹെയർ രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് ബാക്കിൽ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹെയർ ഫ്ലവർ ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ആണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ പൊട്ടിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടു നോക്ക്. പൊന്നോണം സീരീസ് ലുക്കിലെ 2024 ഫസ്റ്റ് മേക്കപ്പ് ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഫൈനൽ ലുക്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടോ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഉറപ്പായിട്ടും കമന്റ്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ.